നമസ്കാരം. ഇന്നലത്തെ മംഗളം ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നു. ഭരണത്തുടർച്ച ഉറപ്പിച്ച് പിണറായി മെയ് 5 പന്തലിടാൻ നിർദ്ദേശം. എസ് നാരായണനാണ് ഈ വാർത്ത എഴുതിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ ഭരണത്തുടർച്ച ഉറപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വോട്ടെണ്ണൽ ദിനമായ മെയ് 4 പിറ്റേന്ന് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പന്തലിടാൻ നിർദ്ദേശം നൽകിയതേ സൂചന. ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പാർട്ടി തലത്തിലുള്ള വിലയിരുത്തലുകളുമാണ് മുഖ്യമന്ത്രിക്കും CPM-നും ആത്മവിശ്വാസമേകുന്നത്. പ്രമുഖ ചാനലുകളെല്ലാം എക്സിറ്റ് പോൾ സർവേകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നൽകി 29 ശേഷമേ സർവേ ഫലം പുറത്തുവിടാനാകൂ. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി ഔദ്യോഗിക ഫയലിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ നടന്ന സംഭാഷണം അദ്ദേഹത്തിന് ആത്മവിശ്വാസം വെളിപ്പെടുത്തുന്നതായിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പുതിയ സർക്കാർ വന്ന ശേഷം തീരുമാനമെടുക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി. ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായാണ് സൂചന. ഇങ്ങനൊരു വാർത്ത മംഗളത്തിൽ വന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയായി. പിണറായി വിജയന് തുടർഭരണം എന്ന ആത്മവിശ്വാസമുണ്ടെന്നും വീണ്ടും ഒരിക്കൽ കൂടി പിണറായി ഭരണത്തിൽ വരുമെന്നും വിശ്വസിക്കുന്നവർക്ക് അത് ഏറെ ആത്മവിശ്വാസം പകർന്നു. അതിന് മറ്റൊരു തെളിവാണ് കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി പിണറായി അധികാരത്തിൽ വന്നാൽ പിണറായി വിമർശനം അവസാനിപ്പിക്കുമെന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് കിട്ടിയ പ്രതികരണം. ലഹരി മരുന്ന് കേസിൽ 1 വർഷത്തോളം ജയിലിൽ കിടന്ന മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരിയൊക്കെ ആവേശത്തോടു കൂടിയാണ് അത് ഷെയർ ചെയ്തത്. എൻ്റെ ഫേസ്ബുക്ക് ഏതാണ്ട് 1 മില്യണിൽ അധികം ആളുകൾ കണ്ടു. എന്ന് വെച്ചാൽ CPM-ന് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസമില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയുമ്പോൾ ഒരു പ്രതീക്ഷ അവർക്കുണ്ടാവുന്നു. ആ പ്രതീക്ഷയുടെ തുടർച്ച തന്നെയായിരിക്കാം ഈ വാർത്തയും എന്നാണ് റിപ്പോർട്ട്. എന്നാലും വാർത്തയിൽ ഒരുപാട് വൈചിത്ര്യങ്ങളുണ്ട്. മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത്. മെയ് 5 എങ്ങനെയാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്? മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ അത് അന്തിമ രൂപമാവുന്നത് 5-നോ 6-നോ ഒക്കെ ആയിരിക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ മാത്രമേ വിജയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കൂ. അതുകൊണ്ടാണ് ഈ വാർത്ത ഒരുപാട് ട്രോളാവുന്നത്. സർക്കാരിൻ്റെ 16 അടിയന്തരത്തിന് വേണ്ടിയുള്ള പന്തലിടിയിലാണ് എന്നാണ് ചിലർ പറയുന്നത്. അതല്ല, ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഊരാളുങ്കിന് ഒരു പണി കൂടി കൊടുക്കാനുള്ള പിണറായിയുടെ ആത്മാർത്ഥതയുടെ ഭാഗമാണെന്ന് പറയുന്നവരും ഏറെയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഏറെ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയായി മാറി. ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. തുടർഭരണമുണ്ടാകും എന്ന് പറയുന്ന CPM ഹാൻഡിലുകൾ പോലും 71-75 സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സീറ്റ് കിട്ടുമെന്ന് ആരും പറയുന്നില്ല. ഇൻ്റലിജൻസ് മേധാവി മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലും 71-75 സീറ്റ് കിട്ടുമെന്നാണ് റിപ്പോർട്ട്. ഇൻ്റലിജൻസ് മേധാവിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി വിജയന് മുമ്പിൽ പോയി ഇടതുമുന്നണി അധികാരത്തിൽ വരില്ല എന്ന് പറയാൻ നട്ടലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലും തൽക്കാലം സേനയിലില്ല. അങ്ങനെ പറഞ്ഞാൽ അഥവാ ഏതെങ്കിലും കാരണവശാൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാൽ ആ പോലീസ് ഓഫീസറുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതേസമയം UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയുമില്ല എന്ന പോലീസ് ഓഫീസർക്കറിയാം. ഇത്തരം കപട റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ പാർട്ടിക്കോ സർക്കാരിനോ ആത്മവിശ്വാസമില്ല എന്നതിന് തെളിവാണ് ഒരു മന്ത്രിയും ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നത്. പേരിന് പോലും ഭരണമില്ല എന്നതാണ് വാസ്തവം. 10 വർഷം കരണ്ട് കെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കരണ്ട് കെട്ട് പ്രത്യക്ഷത്തിൽ തന്നെ നടപ്പിലാക്കി തുടങ്ങി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭരണം അവസാനിപ്പിച്ചു പോകാനുള്ള നീക്കത്തിലാണ്. ആകെപ്പാടെ നടക്കുന്നത് ആരെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറ്റുക എന്ന ഏർപ്പാട് മാത്രമാണ്. UDF-ന്റെ ആത്മവിശ്വാസം അനുനിമിഷം കൂടുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അവർ ശക്തമായി പിടിവലി നടത്തുന്നതും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോഡ്കാസ്റ്റും കേരള യാത്രയും ഒക്കെ നടത്തുന്നതും അനുയായികളെ കൊണ്ട് ആരാധക വൃന്ദം ഓരിയിടിക്കുന്നതുമൊക്കെ ഈ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. 80 സീറ്റിൽ കുറയാത്ത വിജയമാണ് സകലരും കണക്ക് കൂട്ടുന്നത്. 90 സീറ്റ് കടക്കുമെന്നും 100-ലധികം കടന്നാലും അതിശയിക്കേണ്ട എന്നും വിശ്വസിക്കുന്ന ഏറെ പേരുണ്ട്. ശക്തമായ പിണറായി വിരുദ്ധ വികാരവും മുസ്ലിം വോട്ടുകളുടെ ഏകീകരണവും മാത്രമല്ല, UDF ജയിച്ചാൽ ഒരു നായർ മുഖ്യമന്ത്രിയാകും എന്ന ആത്മവിശ്വാസത്തിൽ നായർ വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചതും CPM-നെ രക്ഷിക്കാനുള്ള അവസാനത്തെ അവസരം എന്ന നിലയിൽ നല്ല CPM-കാർ UDF-ന് വോട്ട് ചെയ്തതുമൊക്കെ UDF-ന്റെ മഹാഭൂരിപക്ഷത്തിന് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ഒരിക്കൽ കൂടി പിണറായി ജയിച്ചാൽ പിണറായിയുടെ കൈകളിലായി പോകും CPM. പിണറായി തൻ്റെ മരുമകനെ അനന്തരാവകാശിയായി നിയോഗിച്ചാലും ആർക്കും അത് തടയാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ TK ഗോവിന്ദനും G സുധാകരനും കുഞ്ഞികൃഷ്ണനുമൊക്കെ തുടങ്ങിവെച്ച വിപ്ലവം വിജയിക്കട്ടെ, CPM എന്ന പാർട്ടി അതിൻ്റെ സ്വത്തും തിരിച്ചു പിടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ആയിരങ്ങൾ പാർട്ടി ഗ്രാമങ്ങളിൽ പോലുമുണ്ട്. അതുകൊണ്ട് പാർട്ടി നേതാക്കൾ പോലും ഇക്കുറി UDF-ന് വോട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. UDF-ന്റെ വിജയം ഉറപ്പാക്കുന്ന മറ്റൊരു തിയറി കൂടി പുറത്തു വന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കുന്നത് ആരാണോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അവരായിരിക്കും എന്ന തിയറിയാണത്. 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ
സാമാന്യം ഭേദപ്പെട്ട സീറ്റുകളോടെയാണ് LDF പിടിച്ചു നിന്നത്. 2016 അത് ആവർത്തിച്ചു. നിയമസഭയിലും 2021 ഇത് ആവർത്തിച്ചു. ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യം മാത്രം എടുക്കുക. യഥാർത്ഥ രാഷ്ട്രീയ വോട്ടെടുപ്പ് നടക്കുന്നത് അവിടെയാണ്. ജില്ലാ പഞ്ചായത്തുകൾ നഗരസഭയ്ക്കുള്ളിലില്ല. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും സീറ്റുകൾ കൂട്ടുനോക്കിയാൽ ആരാണ് വിജയിക്കുന്നത് എന്നതിന് സൂചന കിട്ടും. 2020 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 331 വാർഡിൽ UDFന് 110 വാർഡുകൾ മാത്രമാണ് കിട്ടിയത്. 212 സീറ്റുകൾ LDFനായിരുന്നു. ഓർക്കണം, 2021 സ്വാഭാവികമായി UDF ഭരണം വരേണ്ടതാണ്. എന്നാൽ LDFൻ്റെ തുടർ ഭരണമായിരുന്നു. ആ തുടർ ഭരണത്തിൻ്റെ കൃത്യമായ സൂചനയായിരുന്നു 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഇതോടൊപ്പം തന്നെ കൂടുതൽ നഗരസഭകളും LDFനായിരുന്നു. ആ മൃഗീയ ഭൂരിപക്ഷം നിയമസഭയിലും പ്രതിഫലിച്ചു. 99 സീറ്റിലാണ് എത്തിയത്. എന്നാൽ 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതായത് കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ സ്വയംഭരണം, അപ്പോഴേക്കും വാർഡുകളുടെ എണ്ണം 346 ആകുന്നു. ഈ 346-ൽ 190 സീറ്റുകൾ UDFനും 148 സീറ്റുകൾ LDFനുമാണ്. എന്ന് വെച്ചാൽ വ്യക്തമായ മുൻതൂക്കം UDFനുണ്ടെന്നർത്ഥം. ഈ സീറ്റുകളെ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ, അതായത് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലവുമായി താതാത്മ്യപ്പെടുത്തി നോക്കിയാൽ 80 സീറ്റുകൾ UDFന് നേടും എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്ന് വെച്ചാൽ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലെ വിജയം എടുത്ത് കണക്കാക്കിയാൽ ഏറ്റവും കുറഞ്ഞത് UDFന് 80 സീറ്റ് കിട്ടണം. നഗരസഭാ വാർഡുകൾ കൂടി പരിഗണിച്ചാൽ അത് 90 കടന്നെന്ന് വരാം. ഈ ആത്മവിശ്വാസം UDFന് അധികാരം കിട്ടുമെന്ന് പറയുന്ന ആളുകൾക്കിടയിലുമുണ്ട്. കുറഞ്ഞത് 80 സീറ്റ് UDF നേടുമെന്നും അത് 90-ന് മുകളിലേക്ക് പോകുമെന്നും പറയുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ ഈ കണക്കുകൂടി ചേർന്നതാണ്.